നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അപ്ഡേറ്റ്സ് ആണ്. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഒരു ഫോളിലേക്ക് വന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീക്ക്ലി റിവ്യൂവിലും പറഞ്ഞ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഈ 209 എന്ന് പറയുന്ന ഏരിയയുടെ അടുത്ത്, അതായത് ഈ കഴിഞ്ഞ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഈ 209 എന്ന് പറയുന്ന ഏരിയയുടെ അടുത്ത് മാർക്കറ്റിന് ആദ്യം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. അതായത് ഇതൊരു ഹൈ മൊമെൻറ്റം സോൺ ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിലെ റെസിസ്റ്റൻസ് കട്ട് ചെയ്താൽ മാത്രമേ ഇതിന് ശരിക്കും ഹൈ മൊമെൻറ്റം സോണിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ അതർ വേർഡ്സ്, ഈ ഏരിയ ഇപ്പം സോഫാർ 209 എന്ന് പറയുന്ന ഏരിയ സോഫാർ ഇനിഷ്യലി ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് കട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നല്ല രീതിയിൽ മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇനിഷ്യൽ ഫേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് എപ്പോഴും നിലകൊള്ളുക. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലെ സ്ട്രെങ്ത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ അങ്ങനെ ഒരു ഇതുണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിഫ്റ്റി അത്രമാത്രം റെസിലിയൻ്റ് ആയിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി അവിടെ നിന്നും ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ആ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ താഴോട്ട് വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ശരിക്കും അത്തരം മൂവ്മെൻറ്റ്സ് വരുമ്പോൾ സാധാരണയായിട്ട് താഴോട്ട് വരുവാണെങ്കിൽ തന്നെ 21,960 വരെ വരുള്ളൂ. അത്തരം മൂവ്മെൻറ്റ്സ് 21,960 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യലാണ് ചെയ്യാറ്. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഐ വാസ് എക്സ്പെക്ടിങ് ഇറ്റ് വിൽ ബി ടച്ചിങ് 21,960 ഓർ സംവെയർ നിയർ 21,960. പക്ഷേ അതുവരെ വന്നില്ല. തൊട്ട് മുമ്പ് വെച്ച് നിഫ്റ്റി നിന്നേക്കാണ്. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് ഹാസ് ടു കം നിയർ 21,960. അപ്പോൾ പക്ഷേ അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ഒരു പുൾ ബാക്ക് ഇറ്റ് ഈസ് ഹെൽത്തി ഫോർ മാർക്കറ്റ്. കാരണം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു കൾമിനേഷൻ പോയിന്റ് ആയിരുന്നു ഇന്നലെ എന്ന് വേണം നമുക്ക് പറയാം. പക്ഷേ 21,960 എന്ന് പറയുന്ന ലെവൽ സ്റ്റിൽ ഇറ്റ് ഇസ് എ വെരി ബിഗ് സപ്പോർട്ട്. ഇനി ഇന്ന് എന്താ സംഭവിക്കുന്നത്, 22,011 എന്ന് പറയുന്ന ലെവലിലാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ സപ്പോർട്ട് ഇന്നത്തേത് കിടക്കുന്നത്. അതായത് ഞാൻ പറയുന്ന ആർലി ടൈം ഫ്രെയിം, ആ ഒരു സെഗ്മെൻറ്റാണ് പറയുന്നത്, ആ ഒരു ടൈം ഫ്രെയിമാണ് പറയുന്നത്. 22,011 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം ഇനി നമുക്ക് 21,960 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യം കുഴപ്പമില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ദാറ്റ് ലെവൽ, we can consider that actually the uptrend is getting continued. അപ്പോൾ ഈ അപ്ട്രെൻഡ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യപ്പെടാം. പക്ഷേ 22,011 എന്ന് പറയുന്ന ലെവൽ കട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇനി ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെയാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലെവല് 22,180 ആണ്. 22,180 അതുപോലെ 22,120 എടുക്കാം. 22,180 എന്ന് പറയുന്ന ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷം അത് സർപ്പാസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ മീൻ വൈൽ നമ്മുടെ 22,209 കട്ടാവും നമുക്ക് പ്രതീക്ഷിക്കും. അങ്ങനെ വരുമ്പോൾ ഹൈ മൊമെൻറ്റം സോണിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് കയറാനായിട്ട് മാർക്കറ്റിന് പറ്റും. ഓൾ ഓവർ ദ വേൾഡ് മാർക്കറ്റ് ഇപ്പോഴും ഭയങ്കര പോസിറ്റീവാണ്. ദെയർ ആർ നോ സെൽ ഓഫ്സ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്സിൽ മാത്രമായിട്ട് സെൽ ഓഫ് വരും എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് മൂഡ്. ആക്ച്വലി മാർക്കറ്റ് പോസിറ്റീവാണ്. ഈ സെൽ ഓഫ് എന്ന് വെച്ചാൽ ഒരു കറക്റ്റീവ് സെൽ ഓഫ് വിത്തൗട്ട് എനി റീസൺസ് ആണ്. അതായത് നല്ല ഒരു അപ് ട്രെൻഡ് വന്ന മാർക്കറ്റിന് വന്ന ഒരു കറക്റ്റീവ് സെൽ ഓഫ്. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വോണ്ട് ഗെറ്റ് എക്സ്റ്റെൻഡ്. ഇത് ഇന്നത്തെ ദിവസം മുതൽ തന്നെ ഏറ്റവും നല്ല മാർക്കറ്റാണെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ തന്നെ നമുക്കാണെങ്കിൽ പോസിറ്റീവ് ക്ലോസസ് കിട്ടി തുടങ്ങേണ്ടതാണ്. അതേപോലെ 180 കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല അപ് ട്രെൻഡ് വരികയും നിഫ്റ്റിയുടെ ഷോർട്ട് ടേം സൈക്കിൾ എന്ന് പറയുന്നത് 22,318 കംപ്ലീറ്റ് ചെയ്യാനും സാധ്യതയാണ്. സോ ദിസ് ഈസ് എ സ്ട്രക്ചർ. ഇപ്പോഴത്തെ സ്ട്രക്ചർ വെച്ചിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. പോസിറ്റീവ്ലി തന്നെയാണ് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. ഈവൻ ദാറ്റ് 22,011 എന്ന് പറയുന്ന ലെവൽ പ്രൊട്ടക്റ്റഡ് ആണ് എങ്കിൽ. പിന്നെ നമുക്ക് റിസ്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 21,960 എന്ന് പറയുന്ന ലെവൽ. ആ ലെവലിന് താഴെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഡൗൺ സൈഡ് റിസ്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് ഈസ് സ്റ്റിൽ വെരി സ്ട്രോങ് ആൻഡ് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ അപ് ട്രെൻഡ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കട്ട് ചെയ്യേണ്ട ലെവൽ 47,227 ആണ്.
അപ്പോൾ ബാങ്ക് നിഫ്റ്റി എല്ലാവരും നോക്കുക 47,227 എന്ന് പറയുന്ന ലെവൽ മുകളിലേക്ക് കട്ട് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി ഇറ്റ് വിൽ ഓൾസോ ബി എൻട്രി നെക്സ്റ്റ് ഹൈ മൊമെൻറ്റം.